ഈ ഹൈദരാബാദ് വന്നാൽ ഏറ്റവും വലിയ ടാസ്ക് എന്താണെന്ന് അറിയോ? അത് നല്ലൊരു ഹൈദരാബാദി ബിരിയാണി കഴിക്കൽ മാത്രമാണ്. ഒരുപാട് പേരുടെ ധാരണ ഉണ്ട് ഹൈദരാബാദിലെ ഓൾമോസ്റ്റ് എല്ലാ ഫുഡ് സ്പോട്ടിലും നല്ല ഹൈദരാബാദി ബിരിയാണി കിട്ടും എന്നുള്ളത്. എന്നാൽ അത് തെറ്റിദ്ധാരണ മാത്രമാണ്, വേറെ ഒന്നുമല്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ ഹൈദരാബാദ് ട്രിപ്പിൽ ഒരുപാട് ലെജൻഡറി ഫുഡ് സ്പോട്ടിൽ നമ്മൾ പോയെങ്കിലും എല്ലായിടത്തൊന്നും നെഗറ്റീവ് എക്സ്പീരിയൻസ് ആണ് നമ്മൾക്ക് കിട്ടിയിരുന്നത്. സത്യം പറഞ്ഞാലാണെങ്കിൽ ഇഷ്ടമില്ല. ഇനിയിപ്പോ ഇവരെ വിഷമിപ്പിക്കാൻ പറ്റില്ലല്ലോ, അത് കാരണം ചിരിച്ചിട്ട് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഹൈദരാബാദിന് ഏകദേശം ഇവിടെ പറയാനായി ആകെ നാളും കൂടി ഉള്ളു. നമ്മൾ ഒരുപാട് ദിവസമായി ഹൈദരാബാദ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി കളിക്കണത്. അപ്പൊ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മള് ഹൈദരാബാദി ബിരിയാണി കഴിക്കാനാണ് പോണത്. ഇന്നലെ പോലെ ഒരുപാട് സ്പോട്ടും നമ്മൾ ആദ്യമേ ഒരുപാട് സ്പോട്ട് നമുക്ക് അറിയെങ്കിലും ഞാൻ വല്ലാണ്ട് സ്പോട്ടിൽ പോകുന്നൊന്നും പറയണില്ല. ഞങ്ങള് ടാർഗറ്റ് 5 സ്പോട്ട് ആണെങ്കിലും 3 സ്പോട്ടെങ്കിലും കവർ ചെയ്യണമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഇപ്പൊ സമയം എത്രയായി? സമയം 8:40. ഇതുവരെ ഞങ്ങള് വെള്ളം മാത്രം കുടിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോ ആദ്യത്തെ സ്പോട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോ ഇനി ഗ്യാസ് കയറുമെന്നൊന്നും അറിയില്ല. എന്നാലും മിനിമം 3 സ്പോട്ടെങ്കിലും കവർ ചെയ്യാന്ന് വിചാരിക്കുകയാണ്. നമ്മളപ്പോ കുറച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ സ്പോട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഹൈദരാബാദ് വന്നിട്ട് ഒരുപാട് ലെജൻഡറി ഫുഡ് സ്പോട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് പേര് ചീത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കെയർ ചെയ്യണില്ല. ഇപ്രാവശ്യം നമ്മൾ വേറെ കുറച്ച് ഫുഡ് സ്പോട്ടിൽ പോയിട്ട് കഴിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെടൂലേന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. നമ്മൾ ആദ്യം പോയത് പഞ്ചകുട്ടയിലുള്ള മെറീഡിയൻ ഹോട്ടലാണ്. അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉള്ള റെസ്റ്റോറന്റ് ആണ്, അത്യാവശ്യം നല്ല ഫേമസ് ആണ്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഫുഡ് സ്പോട്ട് മിസ് ചെയ്തതെന്നാണ് ഇപ്രാവശ്യം ഞാൻ ആലോചിക്കണേ. ഒരു കൗണ്ടർ ഉണ്ട്, ഇത് സ്വിഗ്ഗിയുടെ കൗണ്ടർ ആണ്. നോക്കി, സ്വിഗ്ഗിയുടെ ഓർഡേഴ്സ് ഇവിടെ കാണാം. അതുപോലെ ടേക്ക് അവേക്ക് വേറൊരു കൗണ്ടർ ഉണ്ട്. പോവാ വായ വിശക്കണ്. ഹോട്ടലിൽ പണി നടക്കണോണ്ട് നമ്മിപ്പോ അണ്ടർഗ്രൗണ്ട് ബേസ്മെന്റിൽ കൂടെയാണ് ഇതിന്റെ ഉള്ളിൽ കയറണം കേട്ടോ. കണ്ടോ, 2 ഫ്ലോറിലായിട്ട് ഫാമിലിക്ക് ഇരിക്കാൻ സെപ്പറേറ്റ് സ്പേസ് ഉണ്ട്, ബാച്ചിലേഴ്സ് ഇരിക്കാൻ സെപ്പറേറ്റ് സ്പേസ് ഉണ്ട്. അങ്ങനെയാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവിടുത്തെ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. നമ്മൾ ചിക്കൻ കഴിച്ചു, ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കിഡിലൻ ചിക്കൻ ബിരിയാണിയാണ്. മട്ടൻ ബിരിയാണി എങ്ങനെയാണ് നോക്കി നോക്കാം. മട്ടൻ ഒരുപാട് പീസുകളുണ്ട്. മട്ടൻ എത്ര സോഫ്റ്റ് ആണെന്ന് നോക്കിയോട്ടെ. എന്റെ മോനെ, പേട മട്ടൻ കഴിച്ചോട്ടെ. ഇത് ഈ റൈസ് എന്തെങ്കിലും മാജിക് കാണിക്കണ്ട. നമുക്ക് ഈ റൈസ് സത്യം പറഞ്ഞാൽ ചവക്കണ്ട, വെറുതെ. സത്യം പറഞ്ഞാൽ എനിക്ക് ചിക്കൻ ബിരിയാണിയാണ് കൂടുതൽ ഇഷ്ടമായത്. മട്ടനേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ചിക്കനാണ്. കുറച്ചുകൂടി ഫ്ലേവർഫുൾ ചിക്കനാണ്. പക്ഷെ നെഗറ്റീവ് ഒന്നും പറയാനില്ല. അടിപൊളി ബിരിയാണി, അടിപൊളി റൈസ്. ഓക്കെ, നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഡബിൾ മസാല വിത്ത് എക്സ്ട്രാ സ്പൈസ് എന്ന് പ്രത്യേകം എടുത്ത് പറയണം. നമ്മൾ ഏത് ബിരിയാണി പറയണമെങ്കിലും അങ്ങനെ പറയണം. അപ്പോഴാണ് കുറച്ചുകൂടി മസാല, കുറച്ചുകൂടി ഫ്ലേവർഫുൾ ആയിട്ടുള്ള ബിരിയാണി നിങ്ങൾക്ക് കിട്ടുള്ളൂ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രിപ്പിൽ ഒരുപാട് കമന്റ്സ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. നിങ്ങൾക്ക് ഹൈദരാബാദി ബിരിയാണി ഇഷ്ടാവാത്തതുകൊണ്ടാണ് നാട്ടിലെ ടേസ്റ്റ് മാത്രമേ നിങ്ങൾക്ക് പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് കമന്റ്സ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ കമന്റ് ഇട്ടവരടുത്താണ് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരുപാട് വെറൈറ്റി ബിരിയാണി കഴിക്കുന്നതാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നമ്മളത് തുറന്ന് പറയുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് പറയുന്നതായിരിക്കും. സത്യം പറഞ്ഞാല് മട്ടന്റെ ചിക്കൻ ആവശ്യമില്ല, റൈസ് മാത്രം മതി. എന്ത് സോഫ്റ്റ് റൈസ് അല്ലേ. ആഴ്ചത്തെ ഇവിടെ മുമ്പ് വന്നുണ്ടോ ഇവിടെ? ആരുണ്ട്? ഞാൻ ഇവിടുന്ന് ഒരു പ്രാവശ്യം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് എനിക്ക് ഇത്ര ഇഷ്ടമായില്ല. ഇതെങ്ങനെയുണ്ട്? ഏതാണ് കൂടുതൽ ഇഷ്ടമായ? മട്ടൻ ബിരിയാണിയാണോ ചിക്കൻ ബിരിയാണിയാണോ? ചിക്കൻ ബിരിയാണി. റൈസിനെ പറ്റി എന്താ പറയാനുള്ളത്? വെരി ഫ്ലേവർഫുൾ, അടിപൊളി അല്ലേ? എനിക്ക് ഹൈദരാബാദി ബിരിയാണി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നേക്കാള് അടിപൊളി ബിരിയാണി അല്ലേ ഇത്? ഓ, ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഹൈദരാബാദി ബിരിയാണി പൊതുവെ ഇഷ്ടമില്ലാത്തതാണ്. പക്ഷെ ഇതൊക്കെ ഉണ്ട്. എല്ലാ കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കുറച്ച് സവാള നാരങ്ങയും കിട്ടും. അത് നമ്മളൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് നാരങ്ങ ഇങ്ങനെ സ്ക്യൂസ് ചെയ്യാം. അതിൽ നിന്ന് സവാള എടുക്കുക, കുറച്ച് സവാള എടുക്കുക, കുറച്ച് റൈസ് മിക്സ് ചെയ്യുക. നമ്മൾ നോമ്പ് തുറന്നിട്ട് വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടുത്തെ ബിരിയാണി കഴിച്ച് വയറ് ഫുള്ളാക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അടുത്ത ഫുഡ് സ്പോട്ടിലേക്ക് പോകണോണ്ട് തന്നെ വിഷമത്തോടെയാണ് ഞാൻ അവിടുത്തെ ഫുഡ് കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു രക്ഷയില്ല. എന്തായാലും ഞാൻ അടുത്ത പ്രാവശ്യം ഹൈദരാബാദ് വരുമ്പോൾ ഇവിടുത്തെ ഫുഡ് സ്പോട്ട് ഒരിക്കലും മിസ് ചെയ്യില്ല. കാരണം അത്രക്കില്ല ഫുഡ് സ്പോട്ടാണിത്. മെറീഡിയനിലെ ഫുഡ് കഴിച്ചതാ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. ഒരു രക്ഷയില്ലാത്ത ഫുഡാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഹൈദരാബാദിൽ തന്നെ ലെജൻഡറി ഫുഡ് സ്പോട്ട് ഒരുപാട് നമ്മൾ പോയിണ്ടായിരുന്നു. പക്ഷെ എല്ലാം നമുക്ക് ഷോക്കായിരുന്നു. കഴിഞ്ഞ ട്രിപ്പ് മൊത്തത്തിൽ എന്താ പറയാ, ഫുഡ് സ്പോട്ട് എല്ലാം ഷോക്കായിരുന്നു. ഇപ്പോൾ അവസാനത്തെ നമ്മുടെ കൂടെയുള്ള ഒരു ട്രിപ്പായിരുന്നു. പക്ഷെ എന്താ പറയുക, ഇപ്രാവശ്യം നമ്മൾ പോണ ഒരുപാട് ഫുഡ് സ്പോട്ട് നമുക്ക് നല്ലതായിരുന്നു. എന്താണെന്ന് അറിയില്ല. മെറിഡിയൻ നെക്സ്റ്റ് ലെവലാണ് കേട്ടോ. അടുത്ത ഫുഡ് സ്പോട്ട് ഏതാ? അടുത്ത സ്പോട്ടിലേക്ക് നമ്മൾ യൂബർ ബുക്ക് ചെയ്തൊക്കെയാണ്. യൂബർ ഓട്ടോ ഷാഹി
എന്തുട്ട പേര്? എന്താ പേരെന്ന് കറക്റ്റ് അതിന്റെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം. ഷാഹി ദസ്തർഖാൻ എന്നാണ് പേര്. ദസ്തർഖാൻ. ഓട്ടോ ചേട്ടാ നമുക്ക് പേര് പറഞ്ഞു. ഇവിടുന്ന് എത്ര ദൂരമുള്ള? 1.5 കിലോമീറ്ററോളോ. നോമ്പ് പറഞ്ഞിട്ട് നമ്മൾ ബിരിയാണി മാത്രമേ കഴിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. വയർഫുൾ ആയിട്ടില്ലല്ലോ? എന്താണ് ഒരു സ്റ്റാറില്ലാത്ത ചത്തായി? വയർഫുൾ ആയിട്ടില്ലല്ലോ? അജിത്താടെ ഓക്കെ, നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ ബിരിയാണി എങ്ങനെയുണ്ട് നോക്കി നോക്കാം. ഓക്കെ, നമ്മുടെ അടുത്ത ഫുഡ് സ്പോട്ട് പേര് ഷാഹി ദസ്തർഖാൻ ഹൗസ് ഓഫ് ബിരിയാണി എന്നാണ്. ഹൈദരാബാദ് ലക്ഡീക പോളിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യണത്. നമ്മുടെ മുമ്പത്തെ ഫുഡ് സ്പോട്ട് എന്ന് വെച്ചാൽ മെറീഡിയൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് അത്ര വലിയൊരു ഫുഡ് സ്പോട്ട് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ആകെ കുറച്ച് സീറ്റിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്പോട്ടിലെയും ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോമ്പ് എടുത്തതിന് ശേഷം നോമ്പ് തുറന്നിട്ട് ഒരു ബിരിയാണി കഴിച്ച് കഴിഞ്ഞു, പിന്നെ രണ്ടാമത് ഇത്ര ക്വാണ്ടിറ്റി കാണുമ്പോൾ ഒരു ചെറിയൊരു ഇതുപോലെ ഉണ്ട്. പക്ഷെ നമ്മളിതൊന്നും തീർത്തിട്ട് പോകണം അല്ലേ പക്ഷേ. നമ്മളിവിടുത്തെ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. മട്ടൻ ബിരിയാണിക്ക് 380 റുപ്പീസും ചിക്കൻ ബിരിയാണിക്ക് 309 റുപ്പീസാണ് അവർ ചാർജ് ചെയ്യണത്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത പ്രസൻറ്റേഷൻ ഒക്കെ ഉണ്ട്. നമുക്കിത് എങ്ങനെയുണ്ട് നോക്കി നോക്കാം. ഞാൻ ഹൈദരാബാദ് പോയിട്ട് ഫുഡ് കഴിച്ചതിൽ വെച്ച് ഇത്രയും ക്വാണ്ടിറ്റിയിൽ ബിരിയാണി സെർവ് ചെയ്യുന്ന വേറൊരു ഫുഡ് സ്പോട്ട് കാണില്ല. അതുകൊണ്ട് തന്നെ വയറ് നിറയണമെങ്കിൽ എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി. ടേസ്റ്റ് വൈസ് എനിക്കൊരു ആവറേജ് ടേസ്റ്റ് ആയിട്ടാണ് തോന്നിയത്. ഇനി ചിലപ്പോൾ മെറീഡിയനിലെ ഫുഡ് എനിക്ക് അത്രയും ഇഷ്ടമായതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്ത് വന്നുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എനിക്ക് മാത്രമല്ല, എൻ്റെ കസിൻസിനായാലും എൻ്റെ ഇത്താക്കായാലും ആർക്കായാലും ഇത് വലിയൊരു സംഭവമായിട്ട് തോന്നിയില്ല. ഒരു ഓക്കെ ഫീൽ എന്ന് വെച്ചാൽ ഒരു ആവറേജ് ടേസ്റ്റ് മാത്രമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. എന്താണ് തോന്നുന്നത്? പറഞ്ഞോ, ദേഷ്യപ്പെട്ടു ബിരിയാണി മട്ടൻ നന്നായിട്ടുണ്ട്, പക്ഷെ റൈസ് ഒരു ഇത്തിരി ഫ്ലേവർ സത്യം പറഞ്ഞാലാണെങ്കിൽ ഇഷ്ടമില്ല. ഇനിയിപ്പോ ഇവരെ വിഷമിപ്പിക്കാൻ പറ്റില്ലല്ലോ, അത് കാരണം ചിരിച്ചിട്ട് പറയും. പിന്നെ ഓന് നിർബന്ധിക്കണം, അതുകൊണ്ട് മാത്രം ഞാൻ വീണ്ടും വീണ്ടും കഴിക്കണം. ഒരേ പേശ്വറിന്റെ അടുത്താണ്. വായി പോവാ പോണ നല്ലത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അവിടുത്തെ മട്ടൻ എടുത്ത് ഞാൻ എറിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും തല പൊട്ടൊന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ചോകം ബിരിയാണി ആയിരുന്നു. പേശ്വർ ഇതാ കണ്ട, അതിന്റെ അടുത്ത് തന്നെയാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത്. ഇതും ഒരു കാര്യമില്ലാത്ത ബിരിയാണി ആയിരുന്നു. ശരി, ഓക്കെ. അപ്പൊ ഇവിടുത്തെ സർവീസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല രസമായിട്ടാണ് നമ്മൾ ഒരു ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ബിരിയാണി എന്തോ നമുക്ക് ഭാഗ്യമില്ലാന്ന് തോന്നണം അല്ലേ. ചിലപ്പോൾ ചില ദിവസം നല്ലതായിരിക്കാം, ചില ദിവസം ഷോക്കായിരിക്കാം. അങ്ങനെയൊക്കെയാണ്. നമ്മൾ ആദ്യത്തെ ഫുഡ് സ്പോട്ട് നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. നമ്മൾ പിന്നെ അടുത്ത ഫുഡ് സ്പോട്ടിലേക്ക് പോവുകയാണ്. നമ്മളിതാ അടുത്ത ഫുഡ് സ്പോട്ടിലേക്ക് പോവുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച ആ ഫ്ലോറിൽ എല്ലാ ബിരിയാണി നല്ലതായിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷെ നമ്മളെ നിരാശപ്പെടുത്തി. നമ്മളുടെ സ്പോട്ടിന്റെ പേര് എന്തായിരുന്നു? ഷാഹി ദസ്തഖ്വാൻ. ലക്ഡീക പുല്ലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നേ. അങ്ങനെ നമ്മള് പിന്നെയും ചാർമിനാറിലേക്ക് പോവുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ഷദാബ്. ഒരുപാട് ഫാൻ ബേസ് ഉള്ള റെസ്റ്റോറന്റ് ആണ്. നമുക്ക് ഷദാബിലത്തെ ബിരിയാണി എങ്ങനെയുണ്ട് നോക്കി നോക്കാം. പൈസ വയർഫുള്ളായാ? പിന്നെ എന്തിനാണ് നീ നേരത്തെ ബിരിയാണി കഴിക്കാണെങ്കിൽ പാർസൽ വെച്ചേ? ഓക്കെ, നമ്മൾ ബിരിയാണി ഒക്കെ പാർസൽ മേടിച്ചിട്ടുണ്ട്. പാർസൽ മേടിച്ചല്ല, നമ്മൾ മേടിച്ച ബിരിയാണി പാക്ക് ചെയ്ത്. ഇനി ഇത് നമുക്ക് കഴിക്കാൻ പറ്റിയെങ്കിൽ നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ ചാർമിനാറിലുള്ള ആർക്കെങ്കിലും നമ്മളത് കൊടുക്കും. നമുക്കിനി ഷദാബിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ അടുത്ത ഫുഡ് സ്പോട്ട് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് സാക്ഷാൽ ഷദാബാണ്. ചാർമിനാറിന് തൊട്ടടുത്തായിട്ടാണ് ലൊക്കേറ്റ് ചെയ്യണത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ സെയിം ഫുഡ് സ്പോട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഒരുപാട് ഫുഡ് സ്പോട്ടിൽ പോയതിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് സ്പോട്ടായിരുന്നു ഷദാബിലത്തെ ബിരിയാണി. അതുകൊണ്ടാണ് ഇപ്രാവശ്യവും നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടുത്തെ തിരക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. ഒരുപാട് നേരം ഞങ്ങൾ ക്യൂ നിന്നിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 1.5 മണിക്കൂറോളം ക്യൂ നിന്നിട്ട് വിഷമത്തോടാണ് അവിടെ നമ്മൾ പിരിഞ്ഞത്. നമ്മളങ്ങനെ ഷദാബിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇത് സത്യം പറഞ്ഞത് പറയാൻ ചെറിയൊരു വിഷമമുണ്ട്. കാരണം നമ്മളൊരു സംഭവം ഒരു കാര്യം വിചാരിച്ച് ഇറങ്ങിയതാണ്. പക്ഷെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. വേറെ ഒന്നുമല്ല, ഷദാബിൽ ഭയങ്കര ക്യൂ. അത് മാത്രമല്ല, കൂടുതൽ നമ്പേഴ്സ് ഓഫ് ആൾക്കാർ വരികയാണെങ്കിൽ അവർക്കാണ് ഇവർ പ്രയോറിറ്റി കൊടുക്കുന്നത്. നമ്മൾ 3 പേരായതുകൊണ്ട് ഒരു 5 പേര് വന്നു കഴിഞ്ഞാൽ അവർക്ക് സീറ്റ് കൊടുക്കും. 8 പേര് നമ്മ വന്നതിന് ശേഷം പിന്നെ ഒരുപാട് പേര് വന്ന അവിടെ അവർക്കൊക്കെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ഒരുപാട് പേര് വരണോണ്ട് അല്ലേ ആൾക്കാരെ കൗണ്ടിലാണ് ഇവര് പ്രയോറിറ്റി കൊടുക്കണേ. ഓഫീസിലൊക്കെ പ്രാർത്ഥമായി ലാസ്റ്റ്. അങ്ങനെ ഞാൻ കുറച്ച് ഒരു 1/4 മണിക്കൂർ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോകുന്നു. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ നോമ്പെടുത്തിട്ട് ആകെ ബിരിയാണി മാത്രമല്ലേ കഴിക്കണത്. അപ്പോ ബിരിയാണി കഴിക്കുമ്പോ എന്തൊക്കെ പറഞ്ഞാലും ഫുഡ് കഴിക്കുകയാണെങ്കിൽ കൂടെ കുറച്ച് ടയർഡ്നെസ് നമുക്ക് ഫീൽ ആവും.
അപ്പോ അവിടെ കുറെ നേരം വെയിറ്റ് ചെയ്തപ്പോ എനിക്ക് വല്ലാതെ ടയേർഡായി തോന്നി. അപ്പൊ പിന്നെ വേറെ ഒന്നുമില്ല, നാളെ കറക്റ്റ് നോമ്പ് തുറക്കാൻ ഞാൻ പോകാൻ പോകുന്നത് ശതാബിലാണ്. ശതാബിൽ വെച്ചിട്ടായിരിക്കും ഞാൻ നോമ്പ് തുറക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ നാളെ ഇഷ്ട ജോയിൻ ചെയ്യുന്നുണ്ടോ കൂടെ? നാളെ ഇപ്പൊ നോമ്പ്, നമുക്ക് ശതാബിൽ നോമ്പ് തുറക്കല്ലേ? അപ്പോ ഇനി ശതാബിൽ നോമ്പ് തുറക്കണം നമുക്ക്. ഓക്കെ, തലേ ദിവസം വലിയ കാര്യത്തിൽ നോമ്പ് തുറക്കാൻ നമ്മൾ ശതാബിൽക്കേ പോവുള്ളൂ എന്നൊക്കെ മാസം അടിച്ചിട്ടാണ് വീഡിയോ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ എന്തോ നമുക്ക് പറയണ പോലെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ നടക്കണില്ല എന്ന് തോന്നുന്നത്. കാരണം നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ശതാബിൽക്ക് യൂബർ വിട്ടപ്പോൾ ഒരു ഡ്രൈവറും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവസാനം നവാബിൽ നിന്നാണ് നമ്മൾ നോമ്പ് തുറന്നത്. നവാബും അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഫുഡ് സ്പോട്ട് തന്നെയാണ്. ഗച്ചി ബൗഡിയിൽ ലീമറിഡിയൻ ഹോട്ടലിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഒരുപാട് പേര് സജസ്റ്റ് ചെയ്ത ഫുഡ് സ്പോട്ട് തന്നെയാണ്. പക്ഷെ നമ്മൾ ശതാബിൽ നിന്ന് നോമ്പ് തുറക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ കുഴപ്പമില്ല, എന്തായാലും നമുക്ക് ഹൈദരാബാദി ബിരിയാണിയിൽ കഴിക്കേണ്ടത്. അതുകൊണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി പറയണതിൽ യാതൊരു കാര്യമില്ല. നമ്മളിവിടുത്തെ ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ചിക്കൻ ബിരിയാണിക്ക് 290 റുപ്പീസും മട്ടൻ ബിരിയാണിക്ക് 299 റുപ്പീസാണ് ഒരു ചാർജ് ചെയ്യുന്നത്. വെറും 9 രൂപ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രൈസ് വൈസ് വലിയൊരു എന്താ പറയുക കൂടുതലായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയണില്ല, ചിക്കനും മട്ടനും വലിയൊരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തില്ല. ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടുത്തെ ചിക്കൻ ബിരിയാണി എങ്ങനെയായിട്ട് നോക്കി നോക്കാം. ഇത് നല്ല ബിരിയാണി ആയിരിക്കോ പൊട്ട ബിരിയാണി ആയിരിക്കോ? നല്ല ബിരിയാണിയോ? നോക്കി നോക്കാം. മണം കേട്ടിട്ടില്ലേ? ഇവിടുത്തെ ബിരിയാണി കഴിച്ചപ്പോൾ എന്താണ് അഭിപ്രായം പറയേണ്ടതെന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയായി പോയി. വേറെ ഒന്നല്ല, ചിലവരുടെ ശരിയാവും, ചിലവരുടെ ശരിയാവില്ല. എനിക്കാണെങ്കിൽ പകുതി ശരിയായെന്ന് മാത്രമാണ് പറയാൻ പറ്റുള്ളൂ. വേറെ ഒന്നല്ല, 3 ടൈപ്പ് റൈസ് ഉണ്ടായിരുന്നു. ഫ്ലേവർ ഉള്ള റൈസ് ഉണ്ടായിരുന്നു, ഫ്ലേവർ കുറവുള്ള റൈസ് ഉണ്ടായിരുന്നു, ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള റൈസ്. ഇത് 3 കൂടി മിക്സ് ആയിട്ടുള്ള ബിരിയാണിയാണ് അവർ നമുക്ക് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ചില റൈസിന് മസാല ഇല്ല, ചില റൈസിൽ മസാല ഉണ്ട്. അപ്പോൾ മസാല ഇല്ലാത്ത റൈസ് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് വലിയൊരു സംഭവമായിട്ട് തോന്നൂല. മസാല ഉള്ള റൈസ് കഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് ടേസ്റ്റ് തോന്നും. അങ്ങനെയാണ് ഇവിടുത്തെ ബിരിയാണിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഹൈദരാബാദിൽ മട്ടൻ ബിരിയാണിയേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ചിക്കൻ ബിരിയാണി തന്നെയാണ്. ചിക്കൻ്റെ രണ്ടും നല്ല രീതിയിലൊക്കെ കുക്കായിട്ടുണ്ടെങ്കിൽ കൂടെ ചിക്കൻ കഴിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. നല്ല ടേസ്റ്റും ചിക്കൻ ബിരിയാണി തന്നെയാണ്. ഒരു കാര്യം എനിക്ക് എടുത്തോളാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സോ ഫാമിലിയോ ആരായിട്ട് വന്നാലും നമുക്ക് സുഖമായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതെല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഫൈൻ ഡൈനിങ് ആണ്, നല്ല സുഖമായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും, യാതൊരു ഡിസ്റ്റർബൻസോ ഒന്നുമില്ല. ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് റൈസ് ഫ്ലേവർഫുൾ ആണ്, ചില ഭാഗം ഫ്ലേവർ അല്ല, ചില ഭാഗം ഡ്രൈ ആണ്. അങ്ങനെ ഒരു ഫീല് നമ്മൾ മെറിഡിയിൽ നിന്ന് കഴിച്ചോണ്ടുള്ള പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് കുറച്ച് എക്സ്പെക്ട് ചെയ്ത് വന്നതിൻ്റെ പ്രശ്നമായിരിക്കാം. ഓവറോൾ ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ ബിരിയാണി ഇഷ്ടപ്പെടുന്നതാണ്. സ്പോട്ടിലേക്ക് ഓൾമോസ്റ്റ് 1 മണിക്കൂറാണ് നമ്മൾ ഈ കാണുന്ന ഓട്ടോയില് ഡ്രൈവ് ചെയ്യാൻ പോണത്. ശതാബിലേക്കാണ് നമ്മൾ പോകുന്നത്, ചാർമിനാറിന്റെ അടുത്ത് തന്നെ. എന്തെങ്കിലും നമുക്ക് സീറ്റ് കിട്ടിയാൽ ഭാഗ്യം. ഇന്നലെ നമുക്ക് സീറ്റ് കിട്ടാണ്ട് നമ്മൾ വന്നതാണ്. ശതാബിലത്തെ ബിരിയാണിക്ക് നല്ലതായ മതിയുണ്ട്. കാരണം ഹൈദരാബാദ് വന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ നേരിടുന്ന വെല്ലുവിളി ഹൈദരാബാദ് നല്ലൊരു ഹൈദരാബാദി ബിരിയാണി കഴിക്കാനുള്ളതാണ് കേട്ടോ. സത്യം, എന്തോരം സ്ഥലത്താണ് നമ്മൾ പോയോ, എവിടെ നമ്മൾ വിചാരിച്ചൊരു എക്സ്പെക്ടേഷൻ, നമ്മൾ വിചാരിച്ച അത്രയും ലെവലിലൊന്നും എവിടെയും നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് ആകെ നല്ല ബിരിയാണി കിട്ടിയ മെറീഡിയനിലാണ്. ഈവൻ നവാബിലത്തെ ബിരിയാണി എനിക്ക് പേഴ്സണലി വലിയൊരു സംഭവമായിട്ട് തോന്നിയില്ല. ടേസ്റ്റ് ഉണ്ട്, വോയിസിനത് ഇഷ്ടമായി. ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ് ബഡ്സ് ആണ്. അപ്പൊ എന്തായാലും നമുക്ക് ചാർമിനാറിന്റെ അടുത്തായിട്ടുള്ള ശതാബിലേക്ക് പോയി നോക്കാം. 1 മണിക്കൂറിന് ശേഷം നമ്മൾ പിന്നെയും ശതാബിലേക്ക് എത്തിയൊക്കെയാണ്. ഇന്നലത്തേനെക്കാട്ടിൽ തിരക്കുണ്ട് അവിടെ. എന്തോരാൾക്കാരാ പൈസേ നേരെ മോളിക്കുക. കമോൺ, ഇപ്രാവശ്യം ഗംഭീര തിരക്കാണ്. ഒരുപാട് നേരം നമ്മൾ ക്യൂ നിന്നു. പക്ഷെ ബിരിയാണി കഴിച്ചിട്ടേ പോവുള്ളൂ എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാണ് നമ്മൾ അവിടേക്ക് പോയിണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 1/4 മണിക്കൂർ ക്യൂ നിന്നിട്ട് ഫുഡ് കഴിക്കാൻ നമുക്ക് സീറ്റ് കിട്ടി. ഒരു സീറ്റ് ബാക്കിയുണ്ട്, അവിടെയും ഒരു സീറ്റ് ബാക്കിയുണ്ട്. എന്നാലും നമ്മൾ ഇരിക്കാൻ പാടില്ല. എന്താണോ വയസ്സ്? കാരണം നമ്മൾ 4 പേര് വന്നാൽ മാത്രമേ തയ്യാറുള്ളൂ. ഇതുപോലെ 2 പേര് വന്ന് 2 പേര് വന്ന് ഒരുപാട് 2 പേര് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്നും അവരിയ്ക്കാൻ ഈ സീറ്റിൽ സമ്മതിക്കണില്ല. ഭയങ്കര ശോകം സർവീസിലെ, ഇവരുടെ സർവീസ് ഭയങ്കര മോശം. ഫുഡെങ്കിലും ഉണ്ടോ നോക്കി നോക്കാം. ഇന്നലെ ഇതുപോലെ തന്നെ 2-3 ഇങ്ങനത്തെ സീറ്റുകൾ ബാക്കി വന്നിട്ടും ഇരിക്കാൻ സമ്മതിക്കണില്ല അല്ലേ. എന്ത് സീനാടാ, 2 പേർക്ക് ഇരിക്കാനുള്ള സീറ്റിൽ മാത്രം ഇരിക്കാൻ പാടുള്ളൂ. ശതാബിൽ നിന്ന് നമ്മൾ ആകെ ഒരു ടൈപ്പ് ബിരിയാണി ഓർഡർ ചെയ്തുള്ളൂ. അത് ഇവിടുത്തെ ചിക്കൻ ബിരിയാണിയാണ്. 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ഇന്നലെ വന്ന് നമുക്ക് കിട്ടിയില്ല. ഇന്ന് നമ്മൾ എന്ത് വന്നാലും ഇന്ന് കഴിച്ചിട്ടേ പോകുള്ളൂ എന്നുള്ള മൈൻഡിലാണ് ഇവിടെ വന്നിട്ട് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുള്ളത്. ഒറ്റ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുള്ളൂ. അത്യാവശ്യം നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള റൈസാണ്. നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. വേണ്ട റൈസ് ഉണ്ടാകും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ റെസ്റ്റോറൻറ്റിലെ എല്ലാ റൈസും ഒരുപോലെ ആയിരുന്നില്ല. ചിലയിടത്ത് മസാല ഉണ്ടായിരുന്നില്ല, ചിലയിടത്ത് ഡ്രൈ ആയിരുന്നു. ഇതങ്ങനെ ഈ റൈസ് കാണിച്ചാൽ നോക്കി, എല്ലായിടത്തും ഒരുപോലെ മസാല ഉണ്ട്. നല്ല സോഫ്റ്റ് റൈസ്. ചിക്കൻ ഇത്തിരി ഹാർഡായി പോയി, പക്ഷേ കുഴപ്പമില്ല. അത് ഇത്രയും തിരക്കിൻ്റെ ഇടയിലായതുകൊണ്ട് നമുക്ക് വിചാരിക്കാം
ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഷെദാബിലെ ബിരിയാണി ബാക്കി എല്ലാവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ലതായിരുന്നു. ഇന്നും മെറിഡിയൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു തട്ട് താഴ്ന്നാണ് നിൽക്കുന്നത്. കാരണം മെറിഡിയൻ നെക്സ്റ്റ് ലെവലാണ്. ഇതും ടേസ്റ്റ് ഉണ്ട്. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടേസ്റ്റ് കൂടണ പോലെ എനിക്ക് ഫീൽ ചെയ്യണുള്ളൂ, കുറയണ പോലെ ഒട്ടും ഫീൽ ചെയ്യണില്ല. ഈ റെസ്റ്റോറൻറ്റ് സ്വന്തമായിട്ട് ഒരു പാർക്കിംഗ് പോലും ഇല്ല കേട്ടോ. നോക്കിയേ, പാർക്കിംഗ് ആകെ ബൈക്കിന് മാത്രമേ ഉള്ളൂ. എന്നിട്ടാണ് ഇത് ഫുള്ളാണ്. റെസ്റ്റോറൻറ്റ് ലിറ്ററലി ഫുള്ളാണ്. ഒരു പാർക്കിങ്ങും ഇല്ലാണ്ട് ഈ റെസ്റ്റോറൻറ്റ് ഫുള്ളാവണമെങ്കിൽ ഇത് എത്രത്തോളം സംഭവമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിറച്ച ആൾക്കാരുട്ടാ, എൻ്റെ മോന്. ഇവിടെ ഫുള്ളിലെ ഓയിസേ പാർക്കിംഗ് ഒന്നും ഇല്ലാണ്ടാണ് ഇവർ ഈ കളി കളിക്കണത്. നെക്സ്റ്റ് ലെവൽ കേട്ടാ, നെക്സ്റ്റ് ലെവൽ. ഒന്നും പറയാനില്ല, പെട്ട ബിരിയാണി ആയിരുന്നു. അങ്ങനെ നമ്മളുടെ ഹൈദരാബാദ് ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ നാളെ മുംബൈയിലേക്ക് പോകുന്നതാണ്. നമ്മൾ കുറച്ചധികം ദിവസം ഹൈദരാബാദ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാണെങ്കിലും കുറച്ച് അധികം ദിവസം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു സ്ഥലത്ത് ഒരു 2-3 ദിവസത്തിന് കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് മടുക്കും. ഞാൻ അങ്ങനത്തെ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. കാശ്മീർ പോലും ഞാൻ ഒരാഴ്ച കൂടുതൽ നിന്നപ്പോൾ തന്നെ എനിക്ക് പോയാലേ എവിടെ വന്നാലും എവിടെ നോക്കിയാലും ആ രീതിയിലേക്കൊക്കെ പോയി. അപ്പൊ അതുപോലെ തന്നെ എനിക്ക് അങ്ങനെയാണ്, എനിക്കറിയില്ല. അപ്പോൾ ഹൈദരാബാദ് ഞങ്ങൾ കുറച്ചധികം ദിവസം നിൽക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു. നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഫുഡ് സ്പോട്ട്. പിന്നെ നോമ്പായോണ്ടായിരുന്നു നമുക്ക് വല്ലാണ്ട് കറങ്ങി കളിക്കാൻ പറ്റില്ല. ഇനി ഹൈദരാബാദ് വന്നാൽ എന്തായാലും നല്ല ഹൈദരാബാദി ബിരിയാണി കിട്ടുന്ന ഫുഡ് സ്പോട്ട് കണ്ടെത്തിയിട്ട് ഞാൻ ഇനി അടുത്ത സ്ഥലങ്ങൾക്ക് പോവുള്ളൂ എന്ന് ശപഥം എടുത്തിട്ടാണ് ഇപ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നത്. അവസാനം നമുക്ക് അങ്ങനെ നല്ല ഹൈദരാബാദി ബിരിയാണി കഴിക്കാനുള്ള ഒരു അവസരം കിട്ടി. എനിക്കറിയാം ഇതല്ലാണ്ട് ഒരുപാട് നല്ല നല്ല ഫുഡ് സ്പോട്ട് ഉണ്ട്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് സ്പോട്ട് കമന്റ് ചെയ്യുക. അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നമ്മൾ എന്തായാലും അവിടെ എല്ലായിടത്തും പോകുന്നതായിരിക്കും, ഇതുപോലെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മളെ ഇഫ്താർ ട്രിപ്പ് തീർന്നിട്ടില്ല, ഇനിയും ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മളെ ഹൈദരാബാദ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.